إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ നിരന്തരം ആലോചിക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് അവൻ സൃഷ്ടിച്ച വലിയൊരു ബഹുഭൂരിപക്ഷം ആളുകളും അവരെ സൃഷ്ടിച്ചവൻ ആര് എന്ന് പോലും അറിയാതെ, അതുപോലെ തന്നെ എന്തിന് ഈ ലോകത്തേക്ക് വന്നു, എന്താണ് എൻ്റെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊന്നും അറിയാതെ ഒരൊഴുക്കിൽ എന്തോ ഒരു ലക്ഷ്യത്തോടു കൂടി കൃത്യമായ ലക്ഷ്യമില്ലാതെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെ സൃഷ്ടിച്ചവൻ ആര് എന്നും അതുപോലെ തന്നെ ഈ ജീവിതത്തിൻ്റെ കൃത്യമായ ലക്ഷ്യമെന്ത് എന്നും ഈ ദുനിയാവിലെ ജീവിതം മരണത്തോടുകൂടി അവസാനിച്ച് നമ്മൾ പ്രവേശിക്കാനുള്ള, നമുക്ക് സഞ്ചരിക്കാനുള്ള കൃത്യമായ ഓരോ ഘട്ടങ്ങളെയും കുറിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നൽകുകയും ജനങ്ങൾ രണ്ട് വിഭാഗമായി വേർതിരിക്കപ്പെടുകയും ഒരു വിഭാഗം സ്വർഗത്തിലേക്കും സുഖങ്ങൾ മാത്രം അനുഭവിക്കുന്ന സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം തീരെ സുഖമില്ലാത്ത എന്നാൽ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം, ദുരിതങ്ങൾക്ക് മേൽ ദുരിതവും ശിക്ഷയും മാത്രം അനുഭവിക്കേണ്ടി വരുന്ന നരകത്തിലേക്കും മാറ്റപ്പെടുന്ന ആ ഒരു ദിവസം അഭിമുഖീകരിക്കാനുണ്ട് എന്നുമുള്ള ആ ഒരു വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി എന്നുള്ളത് അള്ളാഹു നമ്മോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദുനിയാവിലെ നമുക്ക് അനുഗ്രഹമായി നമ്മൾ കാണുന്ന ഏതൊരനുഗ്രഹവും ഈ അനുഗ്രഹത്തോളം എത്തുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ദുനിയാവ് എന്നുള്ളത് നിസ്സാരമാണ്, ഏത് സമയത്തും അവസാനിക്കാനുള്ളതാണ്. പരലോകമാകട്ടെ ഒരിക്കലും അവസാനിക്കാതെ എന്നെന്നും നിലനിൽക്കുന്നതുമാണ്. ആ പരലോകത്തേക്ക് വിജയിക്കുന്ന ആളുകളുടെ വിശ്വാസം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി എന്നുള്ളത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവന് മാത്രം സുജൂദ് ചെയ്യുന്ന, പ്രയാസങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടുകൾ വന്നാൽ അവനിലേക്ക് മാത്രം കൈനീട്ടുന്ന ഒരവസ്ഥയിൽ അള്ളാഹു നമ്മെ ആക്കി എന്നുള്ളത് സഹോദരങ്ങളെ ഏറ്റവും വലിയ നിഅമത്താണ്. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. ഈ ദീനിലേക്ക് പ്രവേശിക്കാനും ഈ വിശ്വാസം ഉൾക്കൊള്ളാനും സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ നിഅമത്താണ് എന്നുള്ളത് നാളെ പരലോകത്ത് ചില ആളുകൾ വരുന്ന സന്ദർഭം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായി നമുക്ക് കാണാം. സൂറത്തുൽ ഹിജ്റിന്റെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, റുബമാ യവദ്ദുൽ ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. നാളെ പരലോകത്ത് അല്ലാഹു സ്വർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നരകത്തിൽ കിടക്കുന്ന സത്യനിഷേധികളായ ആളുകൾ ആഗ്രഹിച്ചു പോകുമെന്നാണ്. ലൗ കാനൂ മുസ്ലിമീൻ,
ഞങ്ങൾ ദുനിയാവിൽ കേവലം ഒരു മുസ്ലിമായിരുന്നു എങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോകുമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു ഈ വിശ്വാസം സ്വീകരിക്കുവാനും ഈ മതത്തിൽ പ്രവേശിക്കുവാനും നമുക്ക് അനുഗ്രഹം നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പിന്നീട് നമ്മൾ ഈ മതമനുസരിച്ച് ഈ ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നുള്ള നിലക്ക് ഈ മതം എന്താണോ നമ്മോട് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഏതൊരു കർമ്മവും അത് റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ 2 നിബന്ധനകളുണ്ട്. ഒന്ന്, ആ കർമ്മം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ പ്രീതിയോ മറ്റോ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് എങ്കിൽ, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് ഏതെങ്കിലും ആരാധനാ കർമ്മം അത് നമ്മൾ അർപ്പിക്കുകയാണ് എങ്കിൽ അത് സ്വീകരിക്കുന്നതല്ല. നാളെ പരലോകത്തത് തള്ളപ്പെടുന്നതാണ്. 2ാമത്തെ നിബന്ധന എന്നുള്ളത് സഹോദരങ്ങളെ, ആ ചെയ്യുന്ന പ്രവർത്തനത്തിൽ റസൂലിൻ്റെ മാതൃകയുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്കറിയാം, ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ഒരു വീട്ടിൽ 5 ആളുകളുണ്ട് എങ്കിൽ 5 ആളുകളും 5 ആദർശം സ്വീകരിക്കുന്ന അവസ്ഥയാണ്. അതല്ലെങ്കിൽ അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളും ആദർശങ്ങളും സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം ഭിന്നിച്ചു പോയ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഇതിനുള്ള പരിഹാരം സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നവരാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നവരാൻ, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നും അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും അംഗീകരിക്കുന്നവരാൻ. എന്നാൽ തന്നെ അവരിൽ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ കക്ഷികളും സംഘടനകളും പാർട്ടികളുമായി മുസ്ലിം സമുദായം ഭിന്നിക്കാനുള്ള കാരണമെന്താണ്? റസൂലിനെ പിൻപറ്റുന്നതിൽ വന്ന അബദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിൽ സഹോദരങ്ങളെ എങ്ങനെയാണ് നമ്മൾ മാതൃക സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നിരവധി ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് റസൂലിൻ്റെ സുന്നത്തിനെ നമ്മൾ പിൻപറ്റുക എന്നുള്ളത്. ഖുർആനിനെ പിൻപറ്റുന്ന ആളുകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ മാത്രം പിൻപറ്റണമെന്ന് പറയുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ പിൻപറ്റേണ്ടതില്ല, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എപ്രകാരം നമ്മൾ തെളിവായി സ്വീകരിക്കുമോ അപ്രകാരം ഹദീസിനെ സ്വീകരിക്കേണ്ടതില്ല എന്ന് വാദിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് എപ്രകാരം നമുക്ക് വിശ്വസിക്കുവാനും തെളിവായി സ്വീകരിക്കുവാനും സാധിക്കുമോ അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഏതൊരു ഹദീസും അപ്രകാരം തന്നെ നമുക്ക് പ്രമാണമാണ്, തെളിവാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വാദിച്ചു. ഏത് മുസ്ലിമിൽപ്പെട്ട, ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ഏതൊരു മുസ്ലിമിനെ എടുത്ത് വിളിച്ചു ചോദിച്ചാലും റസൂലിനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമില്ല എന്ന് ഒരാളും തന്നെ പറയുകയില്ല. എല്ലാവരും റസൂലിനോടുള്ള സ്നേഹം വാദിച്ചവരാണ്. ആ സ്നേഹം എന്നതിൻ്റെ പേരിൽ പലതും കാട്ടിക്കൂട്ടുന്നവരാണ്. പക്ഷേ ആ സ്നേഹം കൃത്യമാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുവാൻ വേണ്ടി ഒരായത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പല പണ്ഡിതന്മാരും പരീക്ഷണത്തിൻ്റെ ആയത്ത് എന്ന് പേര് പറഞ്ഞ ആയത്താണ്. റസൂലിനോട് സ്നേഹമുണ്ടോ എന്ന് പരീക്ഷിക്കാൻ പറ്റിയ ആയത്താണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആല ഇമ്രാനിലെ 31, 32 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം സഹോദരങ്ങളെ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോടുള്ള സ്നേഹം വാദിക്കുന്നുണ്ട് എങ്കിൽ, റസൂലിനോടുള്ള സ്നേഹം വാദിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നവരെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഒരു നിലക്ക് വലിച്ചെറിയുകയും മറുവശത്ത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം വാദിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവൻ്റെ സ്നേഹം അത് കാപഢ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിരവധി ആയത്തുകൾ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മറ്റൊരിടത്ത് സൂറത്തുൽ അഹ്സാബിൽ,
വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവർക്ക് ആ വിഷയത്തിൽ സ്വന്തമായ ഒരു അഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല, അവർക്ക് യോജിച്ച നിലപാടല്ല എന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം അവതരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഒരു വിഷയം സ്ഥിരപ്പെട്ടു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതായ ഒരു അഭിപ്രായം ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് യോജിച്ചതല്ല, പാടില്ലാത്തതാണ് എന്നാണ് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, അജ്മഅൻ നാസു അലാ അന്ന മൻ ഇസ്തബാനത് ലഹു സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതായി ഒരു മുസ്ലിമിന് ഒരു വിഷയം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്ന വിഷയത്തിൽ ഇതാണ് സുന്നത്ത്, ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച നിലപാട് ഇങ്ങനെയാണ്, ഈ പ്രവർത്തനം റസൂല് പ്രവർത്തിച്ചത് ഇങ്ങനെയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ലം യകുൻ ലഹു അൻ യദഅഹാ ലിഖൗലി അഹദിൻ, ആ റസൂലിന്റെ വാക്കിന് പുറമെ ലോകത്ത് മറ്റുള്ള ഏതൊരുവന്റെയും വാക്ക് അനുസരിച്ചുകൊണ്ട് റസൂലിന്റെ ആ ചര്യ അത് തള്ളുക എന്നുള്ളത് അവന് യോജിച്ചതല്ല എന്നാണ്. ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് യോജിച്ചിട്ടുണ്ട്, ഇജ്മാ ഉള്ള വിഷയമാണ് എന്നാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസ് വന്നു. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പല ആളുകളും സ്വീകരിക്കുന്നത് പോലെ ശാസ്ത്രത്തിന് യോജിച്ചത് മാത്രം ഹദീസുകളിൽ നിന്ന് സ്വീകരിക്കുക, അതല്ലെങ്കിൽ ഇന്ന് നാടിന് യോജിച്ചത് മാത്രം ഹദീസുകളിൽ വന്നത് സ്വീകരിക്കുക, അതല്ലെങ്കിൽ താൻ അംഗീകരിക്കുന്ന, അതല്ലെങ്കിൽ താൻ ഉൾക്കൊള്ളുന്ന നേതാവ്, താൻ അംഗീകരിക്കുന്ന നേതാവോ, അതല്ലെങ്കിൽ താൻ ഉൾക്കൊള്ളുന്ന ആ സമൂഹമോ, തൻ്റെ പാർട്ടിയോ, തൻ്റെ സംഘടനയോ, അതല്ലെങ്കിൽ ആ ആദർശം സ്വീകരിച്ച ആളുകൾ അവർ എന്ത് സ്വീകരിച്ചു പോന്നുവോ അതിനോട് യോജിച്ച ഹദീസുകൾ മാത്രം സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് യോജിച്ച നിലപാടല്ല. ഹദീസ എന്ത് സ്ഥിരപ്പെട്ടുവോ അത് സ്വീകരിക്കുക, അത് സത്യപ്പെടുത്തുക, അത് അംഗീകരിക്കുക, അതനുസരിച്ച് പരമാവധി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന് യോജിച്ച നിലപാട് എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ സ്വഹാബികളിലേറെ പ്രമുഖനാണ്. ഖുർആൻ തഫ്സീറിന്റെ വിഷയത്തിൽ അങ്ങേയറ്റത്തെ അഗാധമായ പാണ്ഡിത്യമുള്ള സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് നമുക്ക് പ്രകാരം കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യൂശികു അൻ തൻസില അലൈക്കും ഹിജാറത്തും മിനസ് സമാ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മുകളിലേക്ക് കല്ലുകൾ വർഷിക്കാനായിരിക്കുന്നു. ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മുകളിലേക്ക് കല്ലുകൾ, വലിയ പാറകൾ നിങ്ങൾക്ക് മേലെ വീഴാനായിരിക്കുന്നു. കാരണം എന്താണ്? അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറയുന്നു ഈ വിഷയത്തിൽ റസൂൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നാൽ വതഖൂലൂന ഖാല അബൂബക്രിൻ വ ഉമർ, നിങ്ങൾ പറയുന്നു അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന്. ചിന്തിക്കുക സഹോദരങ്ങളെ, റസൂൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്നൊരു വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിനെതിരായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ഈ രണ്ട് വ്യക്തികൾ അബൂബക്കർ അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുമ, ഇവർ രണ്ടുപേരുടെ വാക്കാണ് എങ്കിൽ പോലും സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ പറയുന്നവരോടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞത്. എങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസ് വന്നിട്ട് എന്തിന്റെ പേരിലാണ് നമ്മൾ അത് തള്ളുന്നത്? ബോധ്യപ്പെട്ട ഒരു സുന്നത്ത്, കൃത്യമായി സ്ഥിരപ്പെട്ട ഒരു സുന്നത്ത് എന്തിന്റെ പേരിലാണ് നമ്മൾ അത് ഒഴിവാക്കുന്നത്? നാട്ടുകാരെ, അതല്ലെങ്കിൽ കുടുംബക്കാരെ, അതല്ലെങ്കിൽ ഇന്ന് സമൂഹം അംഗീകരിച്ചൊരു തത്വം, ആ തത്വത്തിനെതിരായിട്ടാണ് ഈ ഹദീസ് വന്നത് എങ്കിൽ ഞാൻ എങ്ങനെ ഇത് പുറത്തു പറയും? ആളുകൾ എന്നെ കളിയാക്കില്ലേ, എന്നെ കൊച്ചാക്കില്ലേ, ഇസ്ലാമിനെ പരിഹസിക്കില്ലേ എന്നെല്ലാം പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ, റസൂലിന്റെ ഹദീസിനെ തള്ളുന്ന പ്രവണത, അതല്ലെങ്കിൽ റസൂലിന്റെ സുന്നത്തിനെ എതിർക്കുന്ന പ്രവണത ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഈ വിഷയം
നമ്മളേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരക്കാരെ പുകഴ്ത്തിയിട്ടുണ്ട്. റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റുന്ന ആരെതിർത്താലും ആ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റി റസൂലിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുമെന്നും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രത്യേകം പുകഴ്ത്തുകയും ചെയ്തതായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ പ്രകാരം കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, മാ മിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബ്ലി ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഹവാരിയൂൻ. എനിക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല. ആ പ്രവാചകന്റെ സമൂഹത്തിൽ നിന്ന് ആ പ്രവാചകനെ സഹായിക്കുന്ന, ആ പ്രവാചകനെ പിൻപറ്റുന്ന ഒരു സമൂഹം ഉണ്ടായിക്കൊണ്ടല്ലാതെ വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി, ആ പ്രവാചകന്റെ ചര്യയെ കൃത്യമായി പിൻപറ്റുകയും അദ്ദേഹം കൊണ്ടുവന്ന ആദർശം സ്വീകരിക്കുകയും ചെയ്യാതെ ഒരു സമൂഹവും ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല. ثم إنها تخلف من بعدهم خلوف, എന്നാൽ ആ പ്രവാചകന്മാർക്ക് ശേഷം പിന്നീട് ചില വിഭാഗം വന്നു, യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്, വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, അവർ പ്രവർത്തിക്കുന്നതാകട്ടെ ആ പ്രവാചകന്മാരുടെ ചര്യയിലില്ലാത്തതുമാണ്, കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ കാര്യമാണ്. ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചു നോക്കുക. മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളും നടത്തിപ്പോരുന്ന പല ആചാരങ്ങളും പല കർമ്മങ്ങളും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്ന, അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി സമയവും സമ്പത്തും ആരോഗ്യവും എല്ലാം ചെലവഴിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്ന പല കർമ്മങ്ങളുടെയും വിഷയം എടുത്തു നോക്കിയാൽ സഹോദരങ്ങളെ, ആ വിഷയത്തിലൊന്നും റസൂലിന്റെ ചര്യ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. പ്രത്യേകം ഒരു ഉദാഹരണമോ അതല്ലെങ്കിൽ പ്രത്യേകം ഒരു ആദർശം സ്വീകരിച്ച ആളുകളെയും ഒന്നും എടുത്ത് പറയുന്നില്ല. നമ്മളെടുത്ത് പരിശോധിക്കുക, പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. ചുരുങ്ങിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു സൽക്കർമ്മം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് റസൂലിന്റെ ചര്യയുടെ പിൻബലമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതല്ലാത്ത പ്രവർത്തനം നമ്മൾ എത്ര തന്നെ ആത്മാർത്ഥതയോടുകൂടി ചെയ്താലും, എത്ര തന്നെ സമയമെടുത്ത് ചെയ്താലും, എത്ര തന്നെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ചെയ്താലും അത് നാളെ നമുക്ക് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടേ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം റസൂലിന്റെ ചര്യയോട് യോജിച്ചതാണോ എന്ന്. റസൂലിന്റെ ഹദീസുകൾക്കും റസൂലിന്റെ ചര്യക്കും നമ്മൾ അത്രമേൽ പ്രാധാന്യത കൊടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അതുപോലെ തന്നെ അദ്ദേഹം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളും ഇതുവരെ ഒരാളും പഠിപ്പിക്കാത്ത, അതല്ലെങ്കിൽ ഇനി ഖിയാമത്ത് നാൾ വരെ ഒരു സമൂഹത്തിനും അതിന് പകരം വെക്കാൻ പറ്റുന്ന രൂപത്തിൽ സ്വഭാവ മര്യാദകളാകട്ടെ, വിശ്വാസകാര്യങ്ങളാകട്ടെ, സൽപ്രവർത്തനങ്ങളാകട്ടെ, ഒന്നും അതിന് പകരം വെക്കുന്ന രൂപത്തിൽ കൊണ്ടുവരിക അസാധ്യമാണ് എന്ന് നമ്മൾക്കറിയാം. നമ്മളത് വിശ്വസിക്കുന്നു. നമ്മളങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ആ റസൂലിൻ്റെ ചര്യയെ പിൻപറ്റാൻ നമ്മൾ താല്പര്യമുള്ളവരാകണമെന്നുള്ളതാണ്. ഇന്ന് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. ഇസ്ലാം അത് എതിർക്കപ്പെടാനും അതുപോലെ തന്നെ തീവ്രതയുടെയും വർഗീയതയുടെയും ഭീകരവാദത്തിൻ്റെയും എല്ലാം ഒരു ചിഹ്നമായി പഠിപ്പിക്കപ്പെടുന്നൊരു കാര്യമാണ് ദീനുൽ ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമെല്ലാം താബിഈങ്ങളുമെല്ലാം പിൻപറ്റിപ്പോന്ന ഒരു വിഷയമാണ് താടിയുടെ വിഷയം. താടി അത് വളർത്തുക, നീട്ടി വളർത്തുക എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. താടി വടിക്കുക എന്നുള്ളത് മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്, ഹറാമാണ് എന്നുള്ളത്. ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്. ഒരാളെയും കൊച്ചാക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ഒന്നുമല്ല. ഒരു ഉദാഹരണം, കാര്യം വ്യക്തമായി ബോധ്യപ്പെടുവാൻ പറ്റിയ ഒരു ഉദാഹരണമാണിത്. അതുകൊണ്ട് മാത്രം എടുത്തു പറയുന്നതാണ്.
ഈ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ വിഷയത്തിൽ പുറകിലാണ്. അതുകൊണ്ട് ഇത് പിൻപറ്റുന്ന, ഈ ചര്യ പിൻപറ്റുന്ന ഏതാനും ചില ആളുകൾ, കുറച്ചാളുകൾ മാത്രം പരിഹസിക്കപ്പെടുന്നു. സമൂഹത്തിൽ അതല്ലെങ്കിൽ ഇവർ തീവ്രവാദത്തിൻ്റെ, അതല്ലെങ്കിൽ ഭീകരതയുടെ അത് പിൻപറ്റുന്ന ആ ആശയം പേറുന്ന ആളുകളാണ് എന്ന് സമൂഹത്തിൽ, ഇസ്ലാമിന് പുറത്തുള്ളവർ അവിടെ നിൽക്കട്ടെ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്തുള്ളവർ വരെ അങ്ങനെ പറയുകയും അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും അങ്ങനെ വലിയൊരു വിഭാഗം അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. ഇത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചര്യ ഒഴിവാക്കിയപ്പോൾ അത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നമുക്കെതിരെ ഒരു ആയുധമായി അത് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ നമ്മൾ ഓരോന്നായി ഒഴിവാക്കുവാൻ തുടങ്ങിയാൽ ഇസ്ലാം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും അതൊരു അപരിചിതത്വത്തിലേക്ക് വരികയും ചെയ്യും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ അന്ന് ആ അപരിചിതത്വം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഫതൂബാ ലിൽ ഖുറബ, അവർക്ക് മംഗളമുണ്ട്, ആശംസയുണ്ട്, അവർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാലെ കൂട്ടി മുന്നേ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ സഹോദരങ്ങൾ, നമ്മൾ അത് ഈ വിഷയത്തിൽ നമുക്ക് വലിയൊരു പങ്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇസ്ലാമിനെ ഇത്തരത്തിൽ ഒരു അപരിചിതത്വം എന്ന അവസ്ഥയിലേക്ക് മാറ്റി തീർക്കാൻ എൻ്റെ പ്രവർത്തനം കാരണമായിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഓരോ വിഷയത്തിൽ, ഈ ഒരു ഉദാഹരണം മാത്രമാണ്, എല്ലാ കാര്യത്തിലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് സ്വഹാബികൾ അവർ സ്വർഗത്തിലാണ് എന്നുള്ളത്. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, സ്വഹാബികൾ മുഴുവൻ സ്വർഗത്തിലാണ്. ഈ സ്വഹാബത്ത് എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ, അദ്ദേഹത്തിന്റെ ഒരു ഹദീസിനെ മനസ്സിലാക്കിയിരുന്നത്, പിൻപറ്റാൻ താല്പര്യം കാണിച്ചിരുന്നത് എന്ന് നമ്മൾ പഠിക്കണം. ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്രകാരം കാണാം. അദ്ദേഹം ഹജറുൽ അസ്വദിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ആ കല്ലിനോടായിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നി അഅലമു അന്നക ഹജർ, എനിക്കറിയാം നീ കേവലം ഒരു കല്ല് മാത്രമാണ്. ലാ തദുറു വലാ തൻഫഅ, നിനക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം വരുത്തുവാനോ ഉള്ള കഴിവ് നിനക്കില്ല. വലൗലാ അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ല ആയിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കില്ലായിരുന്നു എന്നാണ്. ഇത് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന പാഠം ഈ വിഷയത്തിലുണ്ട്. എന്താണ്? അദ്ദേഹം ആ പ്രവർത്തനം ചെയ്യാനുള്ള കാരണം റസൂൽ അത് ചെയ്തു എന്നതുകൊണ്ടാണ്. ഇത് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നു, ആ പ്രവർത്തനം ഞാൻ ചെയ്യാനുള്ള കാരണം അത് റസൂൽ ചെയ്തു എന്നതുകൊണ്ടാണ്. റസൂൽ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. എത്ര ആളുകൾ ഈ നാട്ടിൽ അത് ചെയ്താലും, എത്ര തന്നെ സൽക്കർമ്മമായ ആളുകൾ അത് കണ്ടാലും, സഹോദരങ്ങളെ ചിന്തിക്കുക, നിസ്സാരമായ കാര്യം മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്താണ് സുബഹി നിസ്കരിച്ചത്. 2 റക്അത്താണ് സുബഹി നിസ്കരിച്ചത്. ഒരാൾ പറയുകയാണ് എന്നിരിക്കട്ടെ, അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച്, അതല്ലെങ്കിൽ അവൻ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുകയാണ്. എന്താണ് അവൻ ചിന്തിക്കുന്നത്? ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിച്ച് ഉറക്കമെല്ലാം കളഞ്ഞ് ഇത്ര കഷ്ടപ്പെട്ട് മഞ്ഞും സഹിച്ചാണ്, മഞ്ഞുമെല്ലാം കൊണ്ടാണ് ഞാൻ ഈ സുബഹി നിസ്കരിക്കാൻ വന്നത്. ഞാൻ എത്രയോ എളുപ്പം, ഒരു പ്രയാസമില്ലാത്ത സമയത്ത്, ഒരു തിരക്കുമില്ലാത്ത സമയത്ത് ഞാൻ മഗ്രിബിനും ഇശാക്കും വന്ന് നിസ്കരിച്ചത് 3ഉം 4ഉം റക്അത്താണ്. ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ വന്നിട്ട് 2 നിസ്കരിച്ചാൽ മതിയാകില്ല, ചുരുങ്ങിയത് ഒരു 5 റക്അത്തെങ്കിലും നിസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ദീർഘമായി തന്നെ ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കുന്നു എന്നിരിക്കട്ടെ. സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ അഭിപ്രായം? ഇത് സ്വീകരിക്കുമോ? ഇത് സ്വീകരിക്കില്ല. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 നിസ്കരിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ നിസ്കരിക്കാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ്. അതിനി 1ആക്കാൻ പറ്റുമോ? എനിക്ക് തിരക്കുണ്ട്, ധൃതിയുണ്ട്, ജോലി തിരക്കുണ്ട്, അതല്ലെങ്കിൽ ബസ്സിന് സമയമായി, ഫ്ലൈറ്റിന് സമയമായി എന്ന് പറഞ്ഞാൽ 2 ഒന്നാക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതാണ് ദീൻ. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെയാണ് എല്ലാ വിഷയത്തിലും, ഏതൊരു വിഷയത്തിലും
നമ്മളൊരു പ്രാർത്ഥന നടത്തുന്നു, അതല്ലെങ്കിൽ നമ്മൾ ഒരു ദീനിന്റെ ദഅവത്ത് നടത്തുന്നു, ആളുകളോട് പ്രബോധനം ചെയ്യുന്നു. ഈ വിഷയത്തിലെല്ലാം മാതൃകയുണ്ട്. റസൂൽ എവിടെ നിന്നോ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. സ്വഹാബത്ത് അവർ റസൂലിന്റെ ചര്യയെ പിൻപറ്റാൻ കാണിച്ച താല്പര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ പറഞ്ഞത്. പിന്നീടും കാണാം സഹോദരങ്ങളെ, ചിന്തിക്കാൻ മാത്രം നമുക്ക് ഒരുപാടുണ്ട്. ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം പറയുകയാണ്. ഒരിക്കൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണം കൊണ്ടുള്ള ഒരു മോതിരം ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. നമുക്കറിയാം, പുരുഷന്മാർക്ക് സ്വർണം ധരിക്കുക എന്നുള്ളത് അനുവാദമില്ലാത്ത വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയിൽ നിന്ന് ആ മോതിരം മാറ്റി ഊരി അദ്ദേഹം നീക്കിവെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിയോടായിട്ട് പറയുകയാണ്, അയഅമദു അഹദുകും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജ്അലുഹാ ഫീ യദിഹി. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ നരകത്തിൽ നിന്നുള്ളൊരു തീ കഷ്ണം അതവന്റെ കയ്യിൽ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രൂപത്തിൽ ഗുണകാംക്ഷയോടുകൂടി ആ വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാഭാവികമായും ആ ഒരു ഹറാമായ ഒരു കാര്യം കണ്ടപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ആ മോതിരം ഊരിയിട്ട് ആ ദേഷ്യം, ആ ഹറാമിനോടുള്ള ദേഷ്യം റസൂൽ പ്രകടമാക്കിയത് അത് ഊരി ചെറുതായിട്ടൊന്ന് വലിച്ചെറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയപ്പോൾ ആ വ്യക്തിയോട് മറ്റുള്ളവർ പറഞ്ഞു, എന്താണ്? ഖുദ് ഖാതമക് ഫന്തഫി ബിഹി. നിനക്ക് നിന്റെ ആ മോതിരം എടുത്തുകൂടെ? അത് മറ്റുള്ള വല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? ഉപകാരപ്പെടുത്തിക്കൂടെ നിനക്ക്? ഖാല, ആ വ്യക്തി പറഞ്ഞു എന്നാണ്, ലാ, ഇല്ല, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ ആഖുദുഹു അബദാ, ഞാനത് ഒരിക്കലും എടുക്കുകയില്ല. വഖദ് തറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ വലിച്ചെറിഞ്ഞ അത് ഞാൻ എടുക്കുകയില്ല. ഇത്രമാത്രം റസൂലിന്റെ ആ വാക്കിനെ പിൻപറ്റാൻ സ്വർഗത്തിലേക്ക് പോയ സ്വഹാബത്ത് ആത്മാർത്ഥത കാണിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം ചിന്തിക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി മിൻ അഹ്ലിൽ ബാദിയത്തി വഫിയ ജഫാഉഹും, ഞാൻ ഗ്രാമീണരായ ആളുകൾക്കിടയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അവരുടേതായ ചില സംസ്കാര പോരായ്മകളുമെല്ലാം എനിക്കുണ്ടാകും. ഒരു ശിദ്ദത്ത്, ഒരു കഠിനത എനിക്ക് എൻ്റെ സ്വഭാവത്തിലോ അതല്ലെങ്കിൽ എൻ്റെ സംസാരത്തിലോ ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. ഒരു പരിശുദ്ധയുണ്ടാകും. ഗ്രാമീണരായ സംസ്കാരം കുറവുള്ള ആളുകൾക്കിടയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഫൗസിനി, എനിക്ക് വസിയത്ത് നൽകിയാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബന്ന അഹദ, നീ ഒരാളെയും ചീത്ത വിളിക്കരുത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നീ ഒരാളെയും ചീത്ത വിളിക്കരുത്. എന്നിട്ട് ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, മാ സബബ്തു ബഅദ ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദ. റസൂൽ എന്നോട് ആ വാക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെയും ചീത്ത വിളിച്ചിട്ടില്ല. ഏതുവരെ? വലാ ശാത്തൻ വലാ ബഈറ, എൻ്റെ കീഴിൽ ഞാൻ നോക്കി വളർത്തുന്ന ആടിനെയോ എൻ്റെ ഒട്ടകത്തെയോ ഒന്നിനെയും ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല. ചിന്തിക്കൂ സഹോദരങ്ങളെ, എന്താണ് റസൂലിന്റെ വാക്കിന്റെ ഉദ്ദേശം? ലാ തസുബ്ബന്ന അഹദ, നിങ്ങൾ ഒരാളെയും ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞ ആ വാക്കിനെ എത്രമാത്രമാണ് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ അവർ ശ്രമിച്ചത്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളാണ് ഉള്ളത്. ഏതാനും ചിന്തിക്കാൻ മാത്രം ചില ഉദാഹരണങ്ങൾ മാത്രം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മൾ ചെയ്യുന്നൊരു പ്രവർത്തനം ദീനിന്റെ കാര്യം ഗൗരവമുള്ള വിഷയമാണ്. തോന്നിയതുപോലെ ചെയ്യാനുള്ള മേഖലയല്ലത്. ഒരു ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ പോലും നമ്മൾ തോന്നിയതുപോലെ ചെയ്യുകയില്ല. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലേ ചെയ്യുകയുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതനുസരിച്ച് നമ്മൾ കേട്ട് ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുമോ? ഇല്ല. ആ വിഷയത്തിൽ പഠിച്ച വൈദഗ്ധ്യമുള്ള ആളുകൾ നിർദ്ദേശിച്ച മരുന്ന് നമ്മൾ കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പ്രയാസമാണ് എന്ന് നമുക്കറിയാം. ദുനിയാവിന്റെ വിഷയത്തിൽ അതിനേക്കാൾ പ്രയാസമാണ് ആഖിറത്തിന്റെ വിഷയം. റസൂല് പഠിപ്പിച്ച് തന്നതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പരിശോധിക്കുക, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ റസൂലിന്റെ ചര്യയുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുക. അതുപോലെ തന്നെ റസൂല് പഠിപ്പിച്ചു തന്ന ഓരോ കാര്യങ്ങളും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റാനും നമ്മൾ പരിശ്രമിക്കുക. ദീൻ പഠിക്കുക സഹോദരങ്ങളെ, ദീൻ പഠിക്കുക. ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, 4-5 വർഷം മദ്രസയിൽ പഠിച്ചത് കൊണ്ട് നിർത്താനുള്ളതല്ല ദീൻ.
6000-ലധികം വരുന്ന ആയത്തുകളും 10,000-ലധികം വരുന്ന ഹദീസുകളും എല്ലാം അത് നമുക്കുള്ളതാണ്. ആർക്കുള്ളതാണ് സഹോദരങ്ങളെ? എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ്, പഠിക്കാനുള്ളതാണ്. 10, 20, 30 വർഷം ദുനിയാവ് പഠിച്ച് വലിയ ഡോക്ടറേറ്റും ഡിഗ്രിയും എല്ലാം എടുത്ത് വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയവും സമ്പത്തുമെല്ലാം ചെലവഴിച്ച് പഠിക്കുന്നുണ്ട്, നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം ഞാനും നിങ്ങളും ദീൻ പഠിക്കാൻ സമയം ചെലവഴിക്കുന്നു, നമ്മളെ മക്കളെ അത് പഠിപ്പിക്കാൻ നമ്മൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നു എന്ന് ആത്മാർത്ഥമായി സ്വന്തത്തോട് ചോദിക്കുക. അപാകതകളുണ്ട് എങ്കിൽ തിരുത്താൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.